ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് 1 മണിക്കൂർ കൊണ്ട് രാവിലത്തെ എല്ലാ പണികളും നമ്മൾ ചെയ്തു തീർക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു മോർണിംഗ് റൊട്ടീനാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മുടെ എയർ പ്ലാന്റ് ഇതാ നന്നായിട്ട് ഫ്ലവർ ഇട്ടിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. ആദ്യമായിട്ടാണ് കേട്ടോ ഫ്ലവർ ഇടുന്നത്. അപ്പോൾ ഒരു 6 മണിയായപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ടുണ്ട്. രാവിലെ എഴുന്നേറ്റ പാടെ ബെഡ് കോഫി, അതായത് ബ്ലാക്ക് ടീ, ബ്ലാക്ക് കോഫി അങ്ങനെ കുടിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ചില ദിവസങ്ങളിൽ ദാഹിക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വെള്ളം കുടിക്കും, ചില ദിവസങ്ങളിൽ കുടിക്കും എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട്. പക്ഷേ ഈ പണികളൊക്കെ എളുപ്പമാക്കാൻ തലേ ദിവസം ഞാൻ ചെയ്ത കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. നമുക്ക് ജോലിക്കൊക്കെ പോകണം എന്നുള്ളവർക്ക്, രാവിലെ പോകണം എന്നുള്ളവർക്ക് ഇതുപോലെ സാമ്പാറിൻ്റെ പീസുകളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് വെക്കാം. പക്ഷേ എല്ലാ പീസുകളും ഞാൻ കട്ട് ചെയ്ത് വെക്കുന്നില്ല, കുറച്ച് പീസുകൾ മാത്രം. ചില പീസുകൾ നമ്മൾ തലേ ദിവസം കട്ട് ചെയ്ത് വെച്ചാൽ അത്ര നന്നായിരിക്കില്ല. അപ്പോൾ സാമ്പാറിൻ്റെ പീസുകൾ കട്ട് ചെയ്തു. അതുപോലെ മീനോ ഇറച്ചിയൊക്കെ ഉണ്ടെങ്കിൽ അത് കഴുകി വൃത്തിയാക്കുക. മീനായതുകൊണ്ട് ഞാൻ അതിന് മസാല കൂടി ചേർത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ പിറ്റേ ദിവസം നമ്മൾ സാമ്പാറാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തേങ്ങ കുറച്ച് വറുത്ത് വെച്ചതില്ലെങ്കിൽ കുറച്ച് വറുത്ത് വയ്ക്കുക. അതുപോലെ തന്നെ നമുക്ക് പുളിവെള്ളം അതും ഉണ്ടാക്കി വയ്ക്കുക. ഇതിനൊക്കെ രാവിലെ ചെറിയ പണിയാണെങ്കിലും ഒരുപാട് ടൈം വരും കേട്ടോ. അപ്പോൾ സാമ്പാർ വയ്ക്കുന്നത് കൊണ്ട് തന്നെ രാവിലെ സാമ്പാർ വയ്ക്കുന്നത് കൊണ്ട് നമുക്ക് ഇഡ്ഡലിയോ ദോശയാണെങ്കിൽ നമ്മുടെ പണി എളുപ്പമായിരിക്കും. അപ്പോൾ അതിനുള്ള മാവും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതുപോലെ അടുക്കള തലേ ദിവസം നല്ല ക്ലീൻ ചെയ്ത് വെച്ചത് കൊണ്ട് തന്നെ രാവിലെ വരുമ്പോൾ നമുക്കൊരു സമാധാനമാണ് കേട്ടോ. അപ്പോൾ ഇതാ ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ കട്ടിങ്സൊക്കെ എടുത്ത് നമ്മൾ പുറത്ത് വെച്ചിട്ടുണ്ട്. ഇനി ആദ്യം തന്നെ സാമ്പാറാണ് ഉണ്ടാക്കുന്നത്. കാരണം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ദോശയോ ഇഡ്ഡലിയോ ആണ്, അതുകൊണ്ട് നമുക്ക് സാമ്പാർ പെട്ടെന്ന് ഉണ്ടാക്കിയേ പറ്റുള്ളൂ. ഇനി രാവിലെ തന്നെ പോകേണ്ടവരാണെങ്കിൽ നമ്മൾ ആദ്യം ദോശ ചുടുക, അടുത്ത സ്റ്റൗവിൽ നമ്മൾ സാമ്പാർ വയ്ക്കുക. അപ്പോൾ ഞാൻ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നമ്മൾ കുക്കറിലേക്ക് ഇട്ട് വേവിച്ചിട്ടുണ്ട്. രാവിലെ ചേർക്കുന്ന പീസുകൾ ഇതൊക്കെയാണ്. തക്കാളി, വെണ്ടയ്ക്ക ഒന്ന് എണ്ണയിൽ വഴറ്റിയെടുക്കുന്നുണ്ട്. അതുപോലെ പരിപ്പും വാഴയ്ക്കയും രാവിലെയാണ് കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ആ സമയം കൊണ്ട് തന്നെ റൈസ് കുക്കറിലേക്ക് വെക്കാനായിട്ട് നമ്മൾ അരിയും സ്റ്റവിൽ വെച്ചിട്ടുണ്ട്. അത് നന്നായിട്ടൊന്ന് ഒരു 10-20 മിനിറ്റ് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് റൈസ് കുക്കറിലേക്ക് ഇറക്കി വയ്ക്കാം. ഇനിയിപ്പോൾ ഇത് നമ്മുടെ തക്കാളിയും വെണ്ടയ്ക്കയും സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് തോരൻ ഉണ്ടാക്കണം. അപ്പോൾ തോരന് വേണ്ടിയിട്ട് നമ്മൾ തലേ ദിവസം തന്നെ ബീൻസ് അരപ്പ് ചേർത്ത് നമ്മൾ നന്നായിട്ട് ടൈറ്റായിട്ട് അടച്ച് വെച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. അപ്പോൾ അതും പെട്ടെന്നൊന്ന് തോരനാക്കി എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മീൻ വറുക്കാനുണ്ട്. മീൻ നമ്മൾ തലേ ദിവസം റെഡിയാക്കി വെച്ചതുകൊണ്ട് അതും ഇതാ പെട്ടെന്ന് തന്നെ എളുപ്പത്തിൽ തന്നെ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നമ്മൾ വീഡിയോ എടുക്കുന്നതുകൊണ്ട് കുറച്ച് താമസമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ കുറച്ച് വെന്തുപോയി, ഒരു വിസിൽ അധികം വന്നതാണ്. അപ്പോൾ അതിൽ ഒരു അരപ്പ് ചേർക്കാൻ വേണ്ടിയിട്ട് ചെറിയുള്ളി, കറിവേപ്പില, ജീരകം, അതുപോലെ വെളുത്തുള്ളിയുടെ ചെറിയൊരു പീസ്, പിന്നെ നമ്മുടെ സാമ്പാർ പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾ ഇതെല്ലാം കൂടെ ഒന്ന് ചേർത്ത് ചൂടാക്കി നേരത്തെ വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ 2 സ്പൂൺ തേങ്ങ വറുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ ചേർത്തിട്ടൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. ഇത് തണുത്തിട്ട് മിക്സിയിലൊന്ന് നന്നായിട്ട് അരച്ചെടുക്കണം. ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് ബെല്ലത്തിൻ്റെ ഒരു പീസ് വേണമെങ്കിൽ നമുക്ക് സാമ്പാറിലിട്ട് കൊടുക്കാം കേട്ടോ. അതുപോലെ പുളിവെള്ളവും ആവശ്യത്തിന് ഒഴിച്ചു കൊടുക്കുക. പുളിവെള്ളമൊക്കെ രാവിലെ ഉണ്ടാക്കുമ്പോൾ അരിപ്പ് കഴുകണം, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ തലേദിവസം ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ എളുപ്പമാണ് കേട്ടോ. ഇനി സാമ്പാറിന് നമ്മളൊന്ന് വറവിടാനായിട്ട് കടുക് പൊട്ടിച്ച് അതിൽ ചെറിയ ഇഞ്ചിയുടെ പീസുകൾ കുത്തി അരിഞ്ഞിട്ടിട്ടുണ്ട്. അതുപോലെ വറ്റൽമുളക്, കറിവേപ്പില ഒക്കെ ചേർത്ത് നമ്മളൊന്ന് താളിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കറികളൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കതൊരു ഭാഗത്തേക്ക് മാറ്റി വയ്ക്കാം. ഇനിയിപ്പോൾ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ദോശ ചുട്ടെടുക്കണം. അത് ഞാൻ ലാസ്റ്റാണ് ചെയ്യുന്നത്. ആകെ 2 പേരേ ഉള്ളൂ, ഞങ്ങൾ ഒരു 4 ദോശയുടെ ആവശ്യമുള്ളൂ കേട്ടോ. അപ്പോൾ അത് ചൂടോടെ തന്നെ കഴിക്കാമെന്ന് കരുതി അതുകൊണ്ട് അത് ലാസ്റ്റാണ് ചെയ്തിരിക്കുന്നത്. ജോലിക്ക് പോകുന്നവരൊക്കെയാണ് രാവിലെ പെട്ടെന്ന് ആവശ്യമുള്ളവർക്കൊക്കെ അത് രാവിലെ തന്നെ എഴുന്നേൽക്കുന്ന പാടെ അത് ചെയ്ത് വെക്കുകയാണെങ്കിൽ എളുപ്പമായിരിക്കും. അപ്പോൾ ഇതാ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയൊക്കെ നിങ്ങളുടെ കാര്യങ്ങൾ തലേ ദിവസം നമ്മളൊന്ന് പ്ലാൻ ചെയ്ത് തലേ ദിവസം നമുക്ക് രാത്രി 1 മണിക്കൂറൊന്ന് നമ്മളിതിനു വേണ്ടി മാറ്റി വയ്ക്കുകയാണെങ്കിൽ രാവിലെ നമുക്കൊരു 2-3 മണിക്കൂർ നമുക്ക് ലാഭിച്ചെടുക്കാൻ കഴിയും. അപ്പോൾ ഇതുപോലെ എല്ലാ കാര്യങ്ങളും ഒന്ന് പ്ലാൻ ചെയ്ത് നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ നമ്മുടെ കാര്യങ്ങളൊക്കെ വളരെ ഈസി ആയിരിക്കും. സമയം തികയുന്നില്ല എന്നൊരു പരാതിയും മാറിക്കിട്ടും. ഇനിയിപ്പോൾ ഇതാ അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷമാണ് ഞാൻ ക്ലീൻ ചെയ്തത്. അപ്പോൾ ഒന്ന് ക്ലീൻ ചെയ്തു. ഇനി നമ്മുടെ ഏറ്റവും വലിയ ടാസ്ക് എന്ന് പറയുന്നത് പാത്രം കഴുകുക എന്നുള്ളതാണ്. ചില പാത്രങ്ങളൊക്കെ അന്നേരം തന്നെ ഞാൻ കഴുകി വെച്ചിരുന്നു. ഇനി ബാക്കിയുള്ളതൊക്കെ ഒന്ന് കഴുകി വയ്ക്കുക. അപ്പോൾ നമുക്ക് ഗാർഡനിങ്ങിനും
കുക്കിങ്ങിനും ടൈലറിങ്ങിനും നമ്മുടെ വീട്ടിലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമുക്ക് ഒരുപാട് സമയം നമുക്ക് ഇതുപോലെ കുക്കിംഗ് കാര്യങ്ങൾ എളുപ്പമാക്കുകയാണെങ്കിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾക്ക് ഒരുപാട് ടൈം കിട്ടും. അപ്പോൾ ഇന്നത്തെ ഒരു മോർണിംഗ് റൊട്ടീൻ ഇതൊക്കെയായിരുന്നു. ഇനിയിപ്പം ഗാർഡനിലേക്ക് തിരിച്ചു വരുവാണ്. ഗാർഡനിൽ കുറേ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, മഴയൊക്കെ കഴിഞ്ഞതല്ലേ. അപ്പോൾ അതൊക്കെയായിട്ട് വീണ്ടും നല്ല വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ ഇന്നത്തെ കാഴ്ചകൾ ഇവിടെ പൂർണ്ണമാവുന്നു. മറ്റൊരു നല്ല കാഴ്ചയുമായി നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം.